Hello, good afternoon all. Good afternoon, teacher. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, let's start. Clear ആണോ? Hello, hello. Hello. Hello, ma'am. Voice drop ആവുന്നുണ്ട്. കേൾക്കണില്ലേ? എന്ത് പറ്റി? കേക്കാം. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Clear ആണ്, ma'am. Yes, ma'am. Clear. Yes, ma'am. Okay, okay. Apo, now we are going to start. In the last class, we have already discussed about the medical departments in a hospital and the medical department, which is divided into inpatient services and outpatient services according to the services provided by the hospital. Hospital provide ചെയ്യുന്ന സേവനങ്ങൾക്കനുസരിച്ച് ഇൻപേഷ്യന്റ് സർവീസസ് എന്നും ഔട്ട്പേഷ്യന്റ് സർവീസസ് എന്നുമാണ് നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിൽ വരുന്ന ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് റൂംസ്, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്, അതൊക്കെയാണ് നമ്മളുടെ ഇൻപേഷ്യന്റ് സർവീസസിൽ വരിക. And outpatient services include casualty, Cardiology, dermatology, geriatrics, gastroenterology, general surgery, hematology, obstetrics, then pediatrics, oncology, neurology, അല്ലേ? ഇതൊക്കെ അതിനകത്ത് ഒഫ്താൽമോളജി, അതൊക്കെ ഔട്ട്പേഷ്യന്റ് സർവീസസിൽ വരുന്നതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തൊക്കെയാണ് ഓരോന്നിലും വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ now let's see which all these departments belongs to. ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി, എല്ലാവരും കൂടി ഷൗട്ട് ചെയ്യരുത്. സോ അതൊരു ഡിസ്റ്റർബൻസ്. ഹലോ ഹലോ ഫാത്തിമ, ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യാമോ ഫാത്തിമ? ക്ലാസ്സില് നമ്മൾ കയറുമ്പോഴേ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമ്മളുടെ ഇന്ററാക്ഷൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മ്യൂട്ട് ചെയ്തോളണം. എല്ലാവരും മ്യൂട്ട് ചെയ്തോളണം. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എല്ലാവരും അപ്പൊ തന്നെ ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിന്റെ കാര്യങ്ങൾ കടന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ അത് മ്യൂട്ട് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് ആരോടെങ്കിലും സ്പെസിഫൈ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ പേരെടുത്ത് പറയും. അന്നേരം ഒന്ന് കറക്റ്റ് ആയിട്ട് വേഗം ആൻസർ പറയാൻ ശ്രമിച്ചാൽ നമ്മുടെ ടോപ്പിക്കുകൾ വേഗം വന്നു തരും. ഈ ആദ്യത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ ആണെന്നുകൊണ്ടും ആൻഡ് വി ഹാവ് ടു identify each and every department according to the facilities provided, services provided. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. സോ ഇത് ഇത്തിരി എന്താ പറയാ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ബാക്കി ചിലപ്പോൾ ഇങ്ങനെ വേഗം ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് കുറച്ച് ടെക്നിക്കൽ ടേംസ്, സയന്റിഫിക് ടേംസ്, മെഡിക്കൽ ടേംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ കുറച്ച് സമയം കൂടി എടുക്കും. അപ്പൊ നമ്മുടെ ക്യാഷ് എന്താ പറയുക, നമ്മുടെ ക്ലാസ് അത് ലാഗ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡിപ്പാർട്ട്മെന്റ് ഗ്യാസ്ട്രോഎൻട്രോളജി ബിലോങ്സ് ടു ദാറ്റ്. എന്താണ് ഈ ഗ്യാസ്ട്രോഎൻട്രോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില്? അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വാട്ട് ഈസ് ഇറ്റ് ഇൻക്ലൂഡഡ്? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ്? പല്ലവി എന്ന് പറയാമോ ആൻസർ? ചില ആളുകൾ അവിടെ ഇത് ഇങ്ങനെ കയറിയിട്ടുണ്ട്, പക്ഷെ ആളുണ്ടാവില്ല, അവിടെ ഓണാക്കി വെച്ചിട്ട് ചിലപ്പോ മാറിയിരിക്കും. അങ്ങനെ കയറിയിട്ട് കാര്യമില്ല. അതിന് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് കാണുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സിൽ കയറുമ്പോ യു ഷുഡ് ബി ദർ ആക്റ്റീവ്. എന്ത് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ പേര് വിളിച്ചാൽ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവരായിരിക്കണം. പല്ലവി, what do you know about gastroenterology department? കഴിഞ്ഞ ക്ലാസ് നോക്കണം എത്ര ആബ്സെന്റ് കഴിഞ്ഞ ക്ലാസ് ആബ്സെന്റ് ആയിരുന്നു നോക്കിയിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ല? ജോയിൻ ചെയ്തില്ല. അത് So have you not seen the recorded class? No ma'am, today. Before entering to the next class, which you have not attended the last class, you just go through the recorded class before that. Otherwise, Okay. you cannot understand what is going to be said in the next class. Okay. Okay? So Okay. all of you, everyone, you have to follow like this. Before entering to the next class or a fresh class, you have to go through the previous class which you have not attended during the last time. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലേക്ക് നമ്മൾ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് ഗോ ത്രൂ. അതർവൈസ് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു ബി സെഡ്. അപ്പൊ എന്താ പറയുന്നത് ക്ലിയർ ആവില്ല, മനസ്സിലായോ? അപ്പൊ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സുകളിലേക്ക് കയറാനായിട്ട് നോക്കാം. സോ സഫീറ ഒന്ന് പറയാമോ, വാട്ട് ഡു യു നോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഫോർ? സഫീറ. Yes ma'am. Stomachs and intensive അതിന്റെ ഡിസ്റ്റൻസിലുള്ള സർവീസസ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി. സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെ, അതിന്റെ ഡയഗ്നോസിസ്, ഓൾ ദീസ് തിങ്സ് ആർ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ്. അതെ, നമുക്ക് സ്റ്റൊമക്കിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഡസ്റ്റൈൻ, ചെറുകുടൽ, വൻകുടൽ, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും, ഓൾ ഡിസോർഡേഴ്സ് ഓഫ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻസ്, എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സും എന്താ പറയാ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോഎൻട്രോളജി. ഓക്കെ, വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഹെമറ്റോളജി? വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഹെമറ്റോളജി? ഗീതു പറയാമോ, എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ഞാൻ പറയാം മാഡം. ഗീതു. മാഡം, ആ, ബ്ലഡ് സെൽസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു ഹോംവർക്ക് പോലെ. എന്താ ചെയ്യാൻ പറഞ്ഞേ? ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ, ഒരു ചെറിയ നോട്ട്, വലിയ നോട്ടൊന്നുമല്ല, കുറെ സെന്റൻസ് ആയിട്ട് എഴുതാൻ ഞാൻ പറഞ്ഞില്ല. only a phrase or a word which describes that particular department. ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇസ് ബിലോ. നമ്മളത് ഇനി പഠിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളതാ പഠിക്കാൻ പോകണം ഓരോന്നോരോന്ന്. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്നാലും അറ്റം വരെ എത്തിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാത്തിന്റെയും. അതിന് ഭേദം ഒറ്റയ്ക്ക് ഒരെണ്ണം പെട്ടെന്ന് നാളത്തെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ഫുള്ള് ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടുന്നത് ഡീറ്റെയിൽഡ് പറയുന്നതിന് മുമ്പ് തന്നെ എന്താ എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് ഒരാളോട് ചോദിച്ചാൽ പെട്ടെന്ന് അറിയണ്ടേ, അതുകൊണ്ടാ. ആൻഡ് വാട്ട് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് ന്യൂറോളജി ഫോർ? ബിനോയ് ഒന്ന് പറയാമോ? നെർവ് സിസ്റ്റം, സ്പൈനൽ കോഡിനെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ ന്യൂറോളജി എന്ന് പറയുന്നത്. യെസ്, നെർവ് സിസ്റ്റം, അവരുടെ നമ്മുടെ നെർവ് സിസ്റ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്, അത് ക്യൂർ ചെയ്യുന്നത് അല്ലെ, സ്പൈനൽ കോഡ് അതിലൊക്കെ വരുന്ന അതൊക്കെ നെർവ് സിസ്റ്റത്തിന്റെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഇതൊക്കെ. അപ്പൊ ഈ എന്താ പറയാ ഓർഗൻസിലൊക്കെ ഉണ്ടാകുന്ന നെർവ് സിസ്റ്റവുമായി റിലേറ്റഡ് ആയിട്ടുള്ള all problems are solved here. ഇവിടെയാണ് ക്യൂർ ചെയ്യപ്പെടുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓങ്കോളജി എന്തിനുള്ളതാണ്? രമ്യ, can you say? രമ്യ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. രമ്യ, ക്യാൻസർ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ക്യാൻസർ ആണ് അല്ലെ. സ്റ്റഡി, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്യാൻസേഴ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്. അത് ഇപ്പൊ ചിലതൊക്കെ പുതിയത് ഇന്ന ഭാഗങ്ങളിലൊക്കെ വരുന്ന ക്യാൻസർ. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ചിലപ്പോൾ വയറ്റില് അല്ലെങ്കിൽ തലയിൽ എന്നൊക്കെയാണ് കേട്ടേക്കുന്നത്. പക്ഷെ ഇന്ന് ഒത്തിരി ടൈപ്പ് ഉണ്ട് ഇത്. അപ്പൊ അത് ഏത് രീതിയിലാണ് സ്റ്റഡി ചെയ്യണം,
അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡയഗ്നോസിസ് ചെയ്തെടുക്കണം. ആൻഡ് ഹാവ് ടു ഗീവ് ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്യാൻസേഴ്സ്. അതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ക്യാൻസർ ഉണ്ട് അല്ലെ, ബ്ലഡിനകത്തുണ്ട്. പിന്നെ ചില ട്യൂമറസ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അത് ക്യാൻസറസ് ആണോ, വെദർ ഇറ്റ് ഈസ് ഹാർംഫുൾ ഓർ നോട്ട് ഫോർ അവർ ബോഡി, നമുക്ക് അത് ഉപദ്രവകാരിയാണോ ആ ട്യൂമറുകൾ എന്നുള്ളത് കണ്ടെത്തണം. അതിന് ട്രീറ്റ് ചെയ്യണം. ഉപദ്രവമല്ലാത്തതാണെങ്കിൽ ചില ക്യാൻസറസ് ആയിട്ടുള്ള അല്ലാത്ത ചില തരത്തിലുള്ള ട്യൂമേഴ്സ് ഉണ്ട്, മുഴകളൊക്കെ. ഇത് എല്ലാം തന്നെ ക്യാൻസറിലേക്ക് പോകണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ നമ്മൾ അത് മാറ്റിക്കളയുക, എടുത്തു കളയുക, ഇതെല്ലാം തന്നെയാണ് നമ്മുടെ ഓങ്കോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ആൻഡ് ഒഫ്താൽമോളജി എന്താണ് ശ്രീലക്ഷ്മി? ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഐ റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്, ഐ ഡിസോർഡേഴ്സ്. ഇതാണ്, അതായത് കണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി. സോ എല്ലാവരും തന്നെ നോക്കി അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും എഴുതി വെച്ചോ ഞാൻ പറഞ്ഞ കാര്യം? മാത്രമല്ല നിങ്ങൾ എല്ലാവരും എല്ലാത്തിനും ആൻസേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒരാൾ വെച്ച് ആള് കഴിഞ്ഞ ക്ലാസ്സിൽ കയറാത്തത് കൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ, ബട്ട് നെക്സ്റ്റ് ടൈം അങ്ങനെ പറയരുത്. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ല മിസ്സേ, അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്ന് പറയരുത്. ഈ ഫസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു എക്സ്ക്യൂസ്. കാരണം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കയറുമ്പോ ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ക്ലാസ്സിന്റെയും റെക്കോർഡഡ് വീഡിയോസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. യു ഹാവ് ടു എന്താ പറയാ കമ്പൽസറിലി വാച്ച് ഇറ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം കാണുക. 2 ക്ലാസ്സസ് അല്ലേ വരുന്നുള്ളൂ, 2 മണിക്കൂർ ക്ലാസ്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. നമ്മൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇനീഷ്യേഷൻ എടുക്കണം. നമ്മളത് ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറുക. അതല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. കണക്റ്റഡ് ആണല്ലോ. ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പക്ഷെ നമുക്കറിയാൻ പറ്റില്ല ഒരു ദിവസം കൊണ്ടൊക്കെ ഒരു ചാപ്റ്റർ തീരുമില്ലേ. ചിലവരുടെ ചാപ്റ്റേഴ്സ് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിൽ തീരും, 2-3 പേജസ് ഒക്കെ ഉള്ളെങ്കിൽ. ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ആൻഡ് യു ഹാവ് ടു ലേൺ വിച്ച് ആർ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഡിഫറെന്റ്ലി. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയണമല്ലോ. സോ ലെറ്റ്സ് സീ. നമുക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മൾ കുറെ സംസാരിച്ചാൽ നമ്മുടെ പോർഷൻസ് തരില്ല. സോ വി ഹാവ് find out that the medical department is divided into 2 according to the services provided, inpatient services and outpatient services. അപ്പൊ നമ്മൾ ഇനി ഇതിനകത്ത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. എന്താ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് OPD ഓർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. OPD എന്നാണ് അതിനെ ഷോർട്ട് ഫോമിൽ അബ്രീവിയേറ്റ് ചെയ്തിരിക്കുന്നത്. അബ്രീവിയേഷൻ ഫോം ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് OPD. ഇനി നമുക്ക് നോക്കാം വാട്ട് ഈസ് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഫോർ. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്? ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ദ പീപ്പിൾ കം ടു ഹോസ്പിറ്റൽസ് ഫോർ കൺസൾട്ടേഷൻ ആൻഡ് നോട്ട് ഫോർ അഡ്മിഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പേഷ്യൻസ് വരുന്നത് അഡ്മിഷൻ എടുക്കാനല്ല. ദാറ്റ് മീൻസ് അവര് രോഗവുമായിട്ട് വരുമ്പോൾ OP കാണിക്കും, OP ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കും. നമ്മൾ എല്ലാവരും OP വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നില്ല വെദർ വി ഹാവ് ടു ബി അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. നമുക്ക് അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ആഫ്റ്റർ ദ കൺസൾട്ടേഷൻ ഓൺലി ദ ഫിസിഷ്യൻസ് or doctors decide whether the patient is to be എന്താ പറയാ admitted and treated or admitted and observed. അവിടെ കിടത്തി പരിശോധിക്കേണ്ട ആവശ്യങ്ങൾ, അതായത് ഒരു ദിവസം 2 ദിവസം ഒബ്സർവേഷൻ കൊടുക്കേണ്ടവരാണോ എന്നൊക്കെ നോക്കുന്നത് അത് നമ്മളുടെ ഫസ്റ്റ് കൺസൾട്ടേഷൻ OP ഡിപ്പാർട്ട്മെന്റിലുള്ള കൺസൾട്ടേഷന് ശേഷം മാത്രമാണ്. So patients are going to the OP department only for their consultation and not for their admission. Admission എടുക്കാനല്ല നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം after the patient seek the advice of the doctors. Doctors എന്തൊക്കെയാണോ പറയുന്നത് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വ്യക്തമായി കേൾക്കും. And we also give some informations about our എന്താ പറയാ status of our body, our mental situations, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനോട് ഷെയർ ചെയ്യും. And according to that the doctors may advise to take medications for a certain period of time. അല്ലെ, നമ്മളോട് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ കേട്ടു നമ്മൾക്ക് എന്താ പറയാ പ്രിസ്ക്രിപ്ഷൻ ആൻഡ് അഡ്വൈസ് രണ്ടും തരുന്നുണ്ട് അല്ലെ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ശ്രദ്ധിക്കാനായിട്ട് പറയും, നമ്മളെ വാൺ ചെയ്യും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യാൻ പാടില്ല അല്ലെ. പിന്നെ നമ്മളുടെ ഫുഡ് കാര്യങ്ങളിൽ കൺട്രോളിങ്ങിന്റെ കാര്യം, ഡയറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോ എക്സസൈസ് സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. അപ്പൊ നമ്മളുടെ രോഗം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്തതിനു ശേഷം they give some advice and they ask us to take some medications for a particular period. ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മളോട് മരുന്നൊക്കെ കഴിക്കാനായിട്ടൊക്കെ ആവശ്യപ്പെടും. And if it is necessary, the doctors may ask you to
കം ഫോർ എ ഫോളോ അപ്പ്. അതിനുശേഷം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളോടൊരു ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വരാനായിട്ട് പറയും. ചിലപ്പോൾ 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ വന്ന് കാണിക്കൂ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്യൂർഡ്, നമ്മുടെ അസുഖത്തിന് ഒരു തരത്തിലുള്ള എന്താ പറയാ ഈ ശമനം ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മുടെ രോഗം ഒട്ടും തന്നെ കുറയുന്നില്ല എങ്കിൽ നമ്മളോട് വന്ന് കാണിക്കാനായിട്ട് പറയും. അതർവൈസ് ഇറ്റ് ഈസ് ഓക്കെ, നമ്മളുടെ മരുന്ന് കഴിച്ചാൽ മതി, നിങ്ങളുടെ അസുഖം ഭേദമായിക്കോളും, അത് അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും പറയും. 2 രീതിയിലും പറയും. ചില പനികളൊക്കെ നമുക്ക് പനിയൊക്കെ ആയിട്ട് സാധാരണ കോമൺ വരുന്ന അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, ആദ്യം തന്നെ വന്നിട്ട് കയറി കിടക്കാനൊന്നും പറയില്ല, അഡ്മിറ്റ് ചെയ്തോ എന്ന് പറയില്ല. നമുക്ക് ആദ്യം കുറച്ച് 1-2 ദിവസത്തേക്കൊക്കെ നമ്മുടെ പനിയുടെ സിവിയറിറ്റി നോക്കിയിട്ടാണ് ചെയ്യുക. എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഫീവർ ആണ്, ഒത്തിരി എന്താ പറയുക ടെമ്പറേച്ചർ ഭയങ്കര ഹൈ ആണോ, അതിന്റെ കൂടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസും കൂടി നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ആ ഒരു പനി സാധാ പനിയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ളതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസിന്റെ ഒരു സിംറ്റം ആണോ, ലക്ഷണമാണോ എന്നൊക്കെ നോക്കുന്നതായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഒരു കാര്യങ്ങളൊക്കെ പറയാം. അഡ്മിറ്റ് ചെയ്യണോ എന്നുള്ളത് അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുക. സോ വി ഹാവ് ടു ടേക്ക് ദാറ്റ് പർട്ടിക്കുലർ മെഡിക്കേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് നെസസറി ദ പേഷ്യൻസ് വിൽ ബി ആസ്ക്ഡ് ടു കം ഫോർ എ ഫോളോ അപ്പ്. അതിനുശേഷം പേഷ്യൻസിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഫോളോ അപ്പിന് വേണ്ടി വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെടുന്നു. ദാറ്റ് മീൻസ് ദ പേഷ്യൻസ് ട്രീറ്റ്മെന്റ് വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ ലാസ്റ്റ് ഫോർ ഓൺലി എ ഡേ. അല്ലെ, ഒരു ദിവസം മാത്രം ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യൻസ് വരുന്നത്. അല്ലാതെ വേറെ ഉദ്ദേശമില്ല, അവിടെ അഡ്മിറ്റ് ആവണം എന്നുള്ള ഉദ്ദേശത്തില്ല. ആ ബൗണ്ടറിയിൽ, ആ ഹോസ്പിറ്റൽ ബൗണ്ടറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഫോർ എ ഡേ. ദാറ്റ് മീൻസ് വിത്തിൻ ലെസ് ദാൻ 24 hours. 24 hours അധികമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻപേഷ്യന്റ് ആകും. ചിലപ്പോൾ ഒരു 2 ദിവസം കിടക്കട്ടെ, നോക്കട്ടെ, ഒബ്സർവ് ചെയ്യട്ടെ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അസുഖത്തിന്റെ ഗതിവിഗതികളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യു ഹാവ് ടു ബി ഒബ്സർവ്ഡ് ബൈ ദ ഫിസിഷ്യൻ ഓർ ദ ഡോക്ടർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരോ എന്തൊക്കെയോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കി കാണണം. അതിന് വേണ്ടിയിട്ട് ഹാവ് ടു ബി അഡ്മിറ്റഡ്. അതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. എക്സ്ക്യൂസ് മീ, ആർക്ക് സൗണ്ട് ക്ലിയർ ആകാത്ത? എല്ലാവർക്കും സൗണ്ട് ക്ലിയർ ആവാത്തതാണോ? No, ma'am. Sound clear. ക്ലിയർ ആണല്ലോ മാം. Somebody has told that sound is not clear. You please just leave the call and join once again. Okay. ഞാളെ ഒന്ന് എക്സിറ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ചിലപ്പോ കംപ്ലൈന്റ് കൊണ്ടായിരിക്കാം. ഓക്കെ. സോ നമ്മൾ ആ ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച്, അതായത് ഏറ്റവും മാക്സിമം 24 hours താഴെയായിരിക്കും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുക. മോർ ദാൻ 24 hours എന്ന് പറയുമ്പോൾ എ ഡേ ഹാസ് കവേർഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്. സോ ഇറ്റ് ബിക്കംസ് ഇൻപേഷ്യന്റ്. അവിടെയാണെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് ഒരു ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്താലും മതിയല്ലോ, നാളെ രാവിലെ പോകാം, ഒന്ന് ഒബ്സർവ് ചെയ്യട്ടെ. ചില രീതിയിലുള്ള ചില പോയ്സണസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ ചില എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഡോക്ടേഴ്സ് ഇൻപേഷ്യന്റ് ആക്കിയിട്ട് ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കുക. അത് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനെ നമ്മൾ ഇൻപേഷ്യന്റ് എന്ന് വിളിക്കുക. 24 hours കുറവാണെങ്കിൽ മാത്രമാണ് എന്താണ്, അതാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഡേക്കുള്ളിൽ ആ ഹോസ്പിറ്റൽ ബൗണ്ടറി വിട്ട് നമ്മൾ പോയാൽ നമ്മൾ എന്തായി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിലാണ് അത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആകുക. ദെൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് റൺസ് ഫോർ എ സ്പെസിഫിക് ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഡേ ടൈമിൽ ഇത്ര ടൈമിലായിരിക്കും ഒരു എന്താ പറയാ നമ്മുടെ OPD പ്രവർത്തിക്കുക. ഇന്ന സമയം 10 മണി മുതൽ 5 മണി വരെ OP പ്രവർത്തിക്കുന്നത്, ചിലപ്പോൾ 8 മണി മുതൽ 5 മണി വരെ, അങ്ങനെയൊക്കെ ആയിരിക്കും. ആ OP ഡിപ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ചീട്ട് എടുക്കുന്നതും ചീട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ അതും ഒക്കെ നമ്മൾ അവിടെ ചെന്നിട്ടാണ് ആദ്യം തന്നെ അത് എടുക്കുക, അല്ലെ. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്ന ആ ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ OP വിഭാഗത്തിലെ പേഷ്യൻസിന് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനുള്ള ടൈം പീരീഡ് ആണ്. അത് ഒരു സ്പെസിഫിക് ടൈം തന്നെയായിരിക്കും according to the rules and regulations of the hospital. അത് അവരുടെ നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും. And during these consultation time, the consultation doctors will be appointed to handle this OPD. ഈ സമയത്ത് ഈ കൺസൾട്ടേഷൻ ടൈമില് ഈ OPD കൈകാര്യം ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ്, ഇനി അത് കഴിഞ്ഞതിന് ശേഷം രോഗം വരാൻ പാടില്ല, പെട്ടെന്ന് രോഗവുമായിട്ട് ആരൊക്കെങ്കിലും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പാടില്ല എന്നാണ്. അല്ല, OP വിഭാഗം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ, ചീട്ടെടുക്കാൻ പറ്റില്ല എന്നുള്ളൂ. അവിടെ നമുക്ക് എന്താ പറയാ കാഷ്വാലിറ്റിയിലും മറ്റുമൊക്കെ ചെന്നിട്ട് ഡോക്ടറിന്റെ എന്താ പറയാ അവിടെയുള്ള കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അവരവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോകും. അപ്പൊ അത് കഴിയുമ്പോൾ സം ഡ്യൂട്ടി ഡോക്ടേഴ്സ് വിൽ ബി ദർ. അപ്പൊ ആ ഒരു സമയത്തായിരിക്കും പിന്നീട് വരുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സ് ആയിരിക്കും പിന്നെയുള്ള കാര്യങ്ങൾ നോക്കാം.
അപ്പൊ അതാണ് OPD എന്ന് പറഞ്ഞാൽ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ OPD-യില് patients come to the hospitals only for consultation, not for admission. OPD എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയാ, നമ്മുടെ പേഷ്യൻസിന് seek the advice, medical advice from the doctors, and they have to take some medications according to the given certain period of time which is declared or which is suggested by the doctors പറയുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവര് സജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമയം വരെ നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളത് ആണ് the patient's time അല്ലെങ്കിൽ rest time during in the hospital only last for a day. ഒരു ആ ബൗണ്ടറിയിൽ അവർ നിൽക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതലില്ല, അത് ഒറ്റ ദിവസത്തിൽ മാത്രമായിരിക്കും. അതിനുശേഷം അവർ പോകും. OP is run according to a specific time. ഒരു ദിവസത്തിൽ ഒരു സ്പെസിഫിക് ടൈമിലായിരിക്കും OPD പ്രവർത്തിക്കുക. and consultation doctors will be handling this OPD at that time. ആ ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യുന്നത് OP കൈകാര്യം ചെയ്യുന്നത് consultation doctors ആയിരിക്കും. Any doubts in this part? No, ma'am. No, ma'am. So now let's move to the next department, casualty or emergency department ആണ് ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. casualty department, emergency department, accident and emergency departments, A and E department. ഇങ്ങനെ 4 ഡിഫറെന്റ് നെയിംസ് ഇതിലുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഏതാണ്? കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി, A and E. കേട്ടാ? ഓക്കെ, അത്രയും പേരുകളുണ്ട്. ഒന്നുകൂടി പറയാം. കാഷ്വാലിറ്റി, എമർജൻസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, A and E. അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി കൂടി ഷോർട്ട് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ ഇത്രയും പേരുകളിലാണ് നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത്. ആൻഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് the patients who are brought in by ambulance who are brought in an emergency situation are handled here. ഇവിടെ കൊണ്ടുവരുന്ന പേഷ്യൻസ് മിക്കവാറും തന്നെ ആംബുലൻസിൽ കൊണ്ടുവരുന്നവര്, എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നവര്, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടവര്, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഈ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരാം. And this department പ്രത്യേകത എന്ന് പറയുന്നത് the availability or the facilities available in this department is 24/7. 24 മണിക്കൂറും ആഴ്ചയിൽ, അതായത് 24/7 weeks, 7 days of the week 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം പോലും കാഷ്വാലിറ്റി ക്ലോസ്ഡ് ആണ്, ഇവിടെ ആളില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയാൻ പാടില്ല ശരിക്കും ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിയുമ്പോൾ. അതായത് ഈവനിങ് നൈറ്റ് ടൈമിലൊക്കെ ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കൊണ്ടുപോകുമ്പോ കൺസൾട്ടേഷൻ ടൈം കഴിഞ്ഞു, ഇവിടെ രോഗി എടുത്തില്ല എന്ന് പറയാൻ പാടില്ല അല്ലെ. അപ്പൊ ഇത് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിൽ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി വർക്കിംഗ് 24/7, 24 hours വർക്കിംഗ് ആയിട്ടുള്ള വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ്. എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റുകളും വേണം. വെറുതെ കാഷ്വാലിറ്റി ബോർഡ് വെച്ചിട്ട് എന്താ പറയാ, ഒരു കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് മിക്കവാറും ഒന്നുകിൽ ഹാർട്ട് അറ്റാക്സുമായിട്ടായിരിക്കാം, ആക്സിഡൻസുമായിട്ടായിരിക്കാം, പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ശരീരത്തിലേക്ക് കയറിയ ആ ഒരു രീതിയിലാകാം. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത്തരം സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന എക്യുപ്മെന്റ്സ് ഷുഡ് ബി ദർ. അതൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് എല്ലാം വെൽ ആയിട്ടുള്ള എക്യുപ്സ് എല്ലാം തന്നെ എക്യുപ്ഡ് ആയിരിക്കണം. അല്ലാതെ ആ പേഷ്യന്റിന് ഒന്നും കിടക്കുമ്പോ ഇത് ഹാർട്ടുമായി ബന്ധപ്പെട്ട ഒരു രോഗിയാ കൊണ്ടുവരണം, അപ്പൊ അന്നേരം വേണ്ട ഇൻസ്ട്രുമെന്റ്സുകൾ പോയി എടുക്കുകയല്ല, എക്യുപ്മെന്റുകൾ എടുക്കുകയല്ല. ആൾക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അവിടെ കൊടുക്കേണ്ട ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണോ അവിടെ അത് കൊടുക്കാനായിട്ട് എക്യുപ്മെന്റ്സും വേണം. ആൻഡ് ഓൾസോ ദ ഡോക്ടേഴ്സ് ഓൾസോ ഷുഡ് ബി അവൈലബിൾ. അവിടെ ഡോക്ടേഴ്സും വേണം അവർക്ക് ആ ഒരു കെയറിങ് കൊടുക്കാൻ. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഈസ് ഗിവൺ ദർ. അവിടെയാണ് അവർക്ക് ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കുക അവർക്ക് ഈ കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന്. ആൻഡ് ആഫ്റ്റർ അസസിങ് ദ പേഷ്യൻസ് സിറ്റുവേഷൻ, അതിനുശേഷം അവിടെ ആ കാഷ്വാലിറ്റിയിൽ വെച്ചിട്ട് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അസസ് ചെയ്യും, വിലയിരുത്തും. എന്നിട്ട് എമർജൻസി ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ, ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് വിൽ ബി ഗിവൺ. അവിടെ തന്നെ വെച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഒരു ആശ്വാസത്തിനുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആൻഡ് ദെൻ after that they are shifted or they are sent to the specialized department for further treatment. അതിനുശേഷം മാത്രമാണ് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്, ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട രോഗിയാണോ വന്നേക്കണേ അങ്ങോട്ട് വിടുന്നു. അതായത് ഇപ്പോ നെഞ്ചുവേദന
അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ കാർഡിയോളജി വിഭാഗത്തിലേക്കാണ് ആളെ വിടുന്നത് അല്ലെ. സോ അവിടെ ആദ്യം തന്നെ ദേ ഹാവ് ടു അസസ് എന്ത് ടൈപ്പ് ഓഫ് അസുഖമാണ് ആൾക്കെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടല്ലോ. ഡോക്ടേഴ്സ് ഒക്കെ പിന്നെ അതിനല്ലേ ഉള്ളത്. അപ്പൊ അവരുടെ പ്രോബ്ലം മനസ്സിലായി കഴിയുമ്പോൾ ഏത് സിറ്റുവേഷൻസിലാണ് ഈ പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്, പേഷ്യന്റിന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന് സ്പീക്ക് ഓർ വാക്ക് എനിത്തിങ് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെ കൊണ്ടുവന്ന ആൾക്കാർ എന്ത് സംഭവത്തിലാണ് ഇയാളെ കൊണ്ടുവന്നത് അവരിൽ നിന്ന് ഗ്യാദർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് ഗിവ് ട്രീറ്റ്മെന്റ് ടു ദ പേഷ്യന്റ്. അവർക്ക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അവിടെ തന്നെ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ആൻഡ് ദെൻ ദേ ആർ സെൻഡ് ടു സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് അക്കോർഡിംഗ് ടു ദ ഇൻഫർമേഷൻ വിച്ച് ഈസ് ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. അവര് നോക്കുന്ന ആ ഡോക്ടേഴ്സിന് മനസ്സിലാവും ഇന്ന കാര്യവുമായിട്ടാണ് ഇയാൾ വന്നേക്കണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പേഷ്യന്റിനെ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്തോളൂ എന്ന് അവർ പറയുന്നു. എന്തിനാ? ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്, വീണ്ടും അയാളുടെ ട്രീറ്റ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ദീസ് ആർ ദ തിങ്സ് ഡൺ ഇൻ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പൊ 4 പേരുകളിൽ ഇത് അറിയപ്പെടുന്നു. പേഷ്യൻസ് വെറുതെ ഓടി വന്ന് കയറുന്നതല്ല കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ, who are brought in by ambulance or in emergency situations. അവിടെയുള്ള അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്സ് അറൌണ്ട് എ ക്ലോക്ക്. ഒരു ക്ലോക്കിന് ചുറ്റും റൗണ്ട് ചെയ്യാൻ പറഞ്ഞില്ല, ക്ലോക്കിൽ കിടന്ന് ഇറങ്ങാമെന്നല്ല. ഒരു ദിവസം കംപ്ലീറ്റ് 24 hours 7 hours എന്താ പറയാ വർക്ക് ചെയ്യുന്നതാണ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്. വെൽ എക്യൂപ്ഡ് ആയിരിക്കണം. അത് മാത്രമല്ല ഓൾ കൈൻഡ്സ് ഓഫ് എമർജൻസീസ് ട്രീറ്റ് ചെയ്യാൻ കഴിവുള്ളതുമായിരിക്കണം കാഷ്വാലിറ്റി എന്ന് പറയുന്നത്. ഇനി പേഷ്യൻസിനെ അസസ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദയർ ഡിഗ്രി ഓഫ് ഇൽനെസ് ഓർ ഇഞ്ചുറീസ്. അവരുടെ രോഗത്തിന്റെ കാഠിന്യം എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അവരെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ ബി സെൻഡ് ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ഫർദർ ട്രീറ്റ്മെന്റ്. ക്ലിയർ ആയോ? ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് മനസ്സിലായോ? മാം, നമ്മള് ആക്സിഡന്റൽ കേസ് അല്ലാതെ നമുക്ക് എന്തെങ്കിലും OP ഇല്ലാത്ത ടൈമിൽ എന്തെങ്കിലും എമർജൻസി വന്നാൽ ജസ്റ്റ് ഒരു ഫീവർ ആണെങ്കിൽ പോലും നമ്മള് കാഷ്വാലിറ്റിയിലല്ലേ കാണിക്കുന്നത്? അതെ, അതെ പറഞ്ഞല്ലോ ഞാൻ. നമ്മള് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ OP വിഭാഗം ഉണ്ടാവില്ലല്ലോ അന്നേരം. OP ക്ലോസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അവരുടെ ഒരു പർട്ടിക്കുലർ ടൈം. തൊട്ട് മുകളിൽ നമ്മള് OP പറഞ്ഞല്ലോ. ആ ഒരു OPയുടെ ടൈം കഴിഞ്ഞ് സ്പെസിഫിക് ടൈം വരെ ഉണ്ടാവുള്ളൂ OP. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരുന്നോ? കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളായിരുന്നപ്പോ എപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖം നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് തന്നെ ടെൻഷനും വേഗം എടുത്തോടും. അവിടെ അന്നേരം കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഡോക്ടേഴ്സ് ആരെയാണോ അവരെ കാണിക്കണമെങ്കിൽ നമ്മൾ ഈ കാഷ്വാലിറ്റിയിലാണ് കൊണ്ടുപോയി നമ്മൾ അതിന്റെ ചീട്ട് എഴുതുക. ചീട്ടല്ലായിരിക്കും അന്നേരം അവര് ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി തരും. അപ്പൊ ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് അന്നേരം. കാരണം ഇനി നേരം വെളുത്താലും ഇനി അടുത്ത ടൈമിലാണ് അവരുടെ ഡോക്ടേഴ്സ് അവരവരുടെ ഡ്യൂട്ടി ടൈമിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുവരെയും ആ രോഗിയെ അല്ലെങ്കിൽ ചെറുതാണോ വലുതാണോ ആരാണെങ്കിലും ആ രോഗി അത്ര നേരം നമുക്ക് അവിടെ അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ കാഷ്വാലിറ്റി പോലെയുള്ള എമർജൻസി സിറ്റുവേഷൻ തന്നെയാണ്. അല്ലാണ്ട് നല്ല ഭയങ്കര ആക്സിഡന്റ് ഭയങ്കരമായിട്ട് കിടക്കുന്നവർ മാത്രമല്ല, അത് ശരിക്കും അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ ഇതും ഒരു എമർജൻസിയാണ്. ബിക്കോസ് അവിടെ നമുക്ക് ആ രോഗിയെ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഒരു ഡോക്ടർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്നതും ഹോസ്പിറ്റലിൽ പോയതും ഒരേപോലെ ആവൂലേ? ഇതാളെ കൊണ്ടിരിക്കാൻ എന്തിനാണ് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സിറ്റുവേഷൻ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ചില കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയാം എന്തെങ്കിലുമൊക്കെ എടുത്ത് കുട്ടികൾ അറിയാതെ വായിലിട്ടു, അത് തൊണ്ടേ കുടുങ്ങി, നമ്മൾ പാനിക് ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യണത്? കയ്യിൽ നമുക്ക് അനക്കാൻ പോലും പറ്റില്ല. ഈ നെക്സ്റ്റ് വാട്ട് ടു ഡു എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കും പകച്ചൊക്കെ അല്ലെ. ഇപ്പൊ കുറെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസിലൊക്കെ മനസ്സിലാകുന്നുണ്ട്. പണ്ട് നമ്മൾ എന്ത് ചെയ്താൽ ആളെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് എടുപ്പിക്കാന്ന് നമുക്കറിയില്ല. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്താലോ അത് ചിലപ്പോൾ പല സീരിയസ് ആയിട്ടുള്ള മറ്റു പ്രോബ്ലം. അപ്പൊ നമുക്ക് പേടിയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? വേറെ ഒരു വഴിയില്ല. നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ അല്ലെങ്കിൽ ആളുകളെ ആരെയാന്ന് ആ സീരിയസ് കാര്യം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗം ഓടിക്കൊണ്ടുപോകും. അപ്പൊ ഇവരാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ ചീട്ട് എടുത്ത് നിൽക്കാനോ അല്ലെങ്കിൽ വരുന്ന ഡോക്ടർ അടുത്ത നാളെ വരുള്ളൂ അതുവരെ കാത്തുക്കാനോ നമുക്ക് നമ്മുടെ കയ്യിൽ നോ ടൈം ടു സ്പെൻഡ് അല്ലേ. അപ്പൊ സമയമില്ല. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് കൊണ്ട് കാണിക്കുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് രണ്ടും ക്ലിയർ ആയല്ലോ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നാ പറഞ്ഞ. നെക്സ്റ്റ് വൺ നമ്മൾ കാഷ്വാലിറ്റി ഓർ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പരിചയപ്പെട്ടു. അപ്പൊ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇവിടെയാണ് കൊടുക്കുക. കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ വെറുതെ അവിടെ കൊണ്ടുപോയി കേക്ക് ഇടുക മാത്രമല്ല ചെയ്യുന്നത്. അവിടെ ഫസ്റ്റ് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് അവിടെ തന്നെ കൊടുക്കും. ആഫ്റ്റർ ദാറ്റ് അവിടെ കഴിഞ്ഞ് അവിടുത്തെ എന്താണ് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി എന്താണ് അല്ലെങ്കിൽ ഇൽനെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം ആ ട്രീറ്റ്മെന്റ് കൊടുത്തു. ഒന്ന് ജസ്റ്റ് ഒന്ന്
ആ ഒരു എന്താ പറയാ പേഷ്യന്റ് ഒന്ന് സ്റ്റേബിൾ ആക്കും. സ്റ്റേബിൾ ആകാന്ന് പറയാൻ വലിയ രീതിയിലല്ല, ഒന്ന് കാര്യം മനസ്സിലാക്കണം, എന്ത് കാര്യവുമായി ബന്ധപ്പെട്ടത് പെട്ടെന്ന് തന്നെ ആളെ അത് കഴിഞ്ഞിട്ട് ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടി ഷിഫ്റ്റ് ചെയ്യുക. ഏത് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ പെട്ട ആളാണോ അങ്ങോട്ടേക്ക് മാറ്റുക, എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് കാർഡിയോളജി. കാർഡിയോളജി നമ്മൾ പറഞ്ഞതാണ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഓരോന്നും അല്ലെ. അപ്പൊ കാർഡിയോളജി നമ്മൾ കേട്ടതാണ്. എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ടാണ് കാർഡിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ മ്യൂട്ട് ചെയ്തല്ലോ. ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടക്കെ മ്യൂട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പൊ കാർഡിയോളജി നമ്മളുടെ എന്താ പറയാ ഇൽനെസ്, പ്രോബ്ലംസ്, ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്, ബ്ലഡ് സർക്കുലേഷൻ, ഇതും അതിന്റെ അകത്ത് തന്നെ വരുന്നതാണ്. അതായത് നമുക്കറിയാം ഹാർട്ട് ഈസ് ദ പ്ലേസ് വേർ ദ ബ്ലഡ് ഈസ് പമ്പ്ഡ് ടു ആൻഡ് ഫ്രം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ. ഏറ്റവും വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഇടം കൂടിയാണ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിന്റെ പ്രോബ്ലംസ് ആകെ എന്താ പറയാ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോഴത്തെ ഒരു ലിവിങ് കണ്ടീഷൻസ് ആകാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആകാം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആകാം അല്ലെ, നമ്മൾ എന്താ പറയാ നമ്മള് ജീവിക്കുന്ന സറൗണ്ടിങ്സ് ആകാം, അവിടെ ഉണ്ടാകുന്ന പല രീതിയിലുള്ള പൊല്യൂഷൻസ് ആകാം, എന്തൊക്കെയാവട്ടെ പല രീതിയിലും ഇന്ന് നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് ആണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് നമ്മൾ അല്ലെ. അവിടെ ഇവിടെയൊക്കെ കുഴഞ്ഞു വീണു, മരിച്ചു എന്നും ഒക്കെ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. ഡേ ബൈ ഡേ ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേൾക്കുന്നതാണ്. അതും ഒത്തിരി എന്താ പറയാ പ്രായമുള്ളവരും അല്ല, കുറച്ച് പ്രായമൊക്കെ കുറഞ്ഞവരും ഈവൻ ഇന്ന് കുട്ടികളിലും ഇതൊക്കെ കാണപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ ഇത്തരം പ്രോബ്ലംസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന എന്താ പറയാ ഹാർട്ടിനെ കുറിച്ച് പഠിക്കുക, അതിന്റെ ട്രീറ്റ്മെന്റുകൾ, അതിന്റെ ഡിസോർഡേഴ്സ് ഒക്കെ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെ പ്രിവെന്റ് ചെയ്യാനും അത്തരം കാര്യങ്ങളൊക്കെ കുറച്ച് ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ കുറച്ചും കൂടി നമ്മളുടെ എന്താ പറയാ ലൈഫൊക്കെ ഒന്നുകൂടി കുറച്ചുകൂടി നീട്ടി കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. ആൻഡ് അവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഹാർട്ട് ഓർ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ തന്നെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഇത് എന്താ പറയാ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്, അതായത് നമ്മളുടെ ഹാർട്ടിന്റെ എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സും മനസ്സിലാക്കുക, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ഇതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മാത്രമല്ല ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇത്. അതായത് ഇൻപേഷ്യൻസിനും അതായത് രോഗവുമായിട്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുമായിട്ട് വരുന്ന ആളുകളെ അപ്പൊ തന്നെ ചിലപ്പോൾ നെഞ്ചുവേദനയൊക്കെ എന്നൊക്കെ പറഞ്ഞു വന്നു, കുഴപ്പമില്ല, അത് വേറെ വല്ല പ്രശ്നമാകും, ഗ്യാസിന്റെ ആകാം എന്നൊക്കെ പറഞ്ഞ മരുന്നൊക്കെ കൊടുത്തു വരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നു, അത് ചിലപ്പോൾ പരിശോധിച്ചിട്ട് അതിന് കുറച്ച് ദിവസമൊക്കെ മരുന്ന് കഴിക്കും, അത് കഴിഞ്ഞ് വിടാം. ചിലത് ഭയങ്കര സീരിയസ് ആയിട്ട് വരാണെങ്കിൽ they should be admitted in the hospital for their observation. അവരെ നോക്കുന്നതിനും അവരെ പരിശോധിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ബോത്ത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അറിയണം. ഇനി ദ ബിഗ്ഗസ്റ്റ് ഏരിയ ഓഫ് ഹാർട്ട്, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ഡിസീസസ്, ഒരുപാട് റേഞ്ച് ഓഫ് രോഗങ്ങളാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്, ഇൻക്ലൂഡിംഗ് കൊറോണറി ആർട്ടറി ഡിസീസ് വിച്ച് ഇസ് നോൺ ആസ് CAD കേട്ടാ. കൊറോണറി ആർട്ടറി ഡിസീസ്, ആർട്ടറി അതായത് നമ്മളുടെ ധമനികളിൽ രക്തക്കുഴലുകൾ ഉണ്ടല്ലേ, രക്തധമനികളിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ എന്താ പറയാ CAD, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഒരു എക്സാമ്പിൾ അവർ പറയുന്നുണ്ട് ആൻജൈന എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. ആൻജൈന എന്ന് പറഞ്ഞാൽ സിവിയർ പെയിൻ ഇൻ അവർ ചെസ്റ്റ്, അതായത് നെഞ്ചിൽ ഭയങ്കര വേദന ഉണ്ടാകാം. ആൻഡ് ഇറ്റ് വിൽ ബി സ്പ്രെഡിങ് ടു അവർ നെക്ക്, ഷോൾഡേഴ്സ് ആൻഡ് ആംസ്, നമ്മുടെ കഴുത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡേഴ്സില്ലേ ഇവിടേക്കും ഷോൾഡേഴ്സിലും പിന്നെ ആംസിലേക്ക് അങ്ങനെ ആ വേദന പതുക്കെ നെഞ്ചിൽ നിന്നായിരിക്കും ആദ്യം വേദന തുടങ്ങുക. പിന്നെ അതിങ്ങനെ പതുക്കെ സ്പ്രെഡ് ചെയ്ത് ഈ കൈയിലേക്കും നെക്കിലേക്കും ഒക്കെ കഴുത്തിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തോന്നും. ആ ഒരു അവസ്ഥയാണ് ഇത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡ്യൂ ടു ഇനാഡക്വേറ്റ് സപ്ലൈ ഓഫ് ബ്ലഡ് ആണ് ടു ഹാർട്ട്. ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ സർക്കുലേറ്റ് ചെയ്യാത്തതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന
ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്കൊരു നെഞ്ചുവേദന പോലെ അനുഭവപ്പെടും. അതാണ് ആൻജൈന എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി ഡിസീസസിന് ഒരു എക്സാമ്പിൾ ആണ്. സോ അതൊരു വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. an example for coronary artery disease, CAD. അതിനൊരു എക്സാമ്പിൾ ആണ് ആൻജൈന. ആൻജൈന എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു സിവിയർ ആയിട്ടുള്ള ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു നെഞ്ചുവേദനയാണ്. നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇറ്റ് വിൽ ബി സ്പ്രെഡിങ് ഫ്രീക്വന്റ് ആയിട്ട് പതുക്കെ അതിങ്ങനെ ഷോൾഡറിലും നെക്കിലേക്കും ആംസിലേക്കും ഒക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു. അതാണ്. ഇനി അതിനകത്ത് വരുന്ന മറ്റൊരു ഒരു കാര്യമാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. അതൊരു തരം എന്താ പറയാ ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ CABG എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. ഇതിനകത്ത് ഒത്തിരി ഷോർട്ട് ഫോംസ് കിട്ടാം. CAD കൊറോണറി ആർട്ടറി ഡിസീസ്, CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഈ സർജിക്കൽ പ്രൊസീജിയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാർട്ടിലില്ലേ, ഹാർട്ടിന്റെ എന്താ പറയാ ആർട്ടറീസ് ഉണ്ട്, ബ്ലഡ് ആർട്ടറീസ്, ഈ ബ്ലഡ് വഹിച്ചുകൊണ്ട് പോകുന്ന ധമനികളൊക്കെ ഉണ്ട്. ഇതിനകത്ത് സംടൈംസ് പ്ലാക്സ് രൂപത്തിലുള്ള സം പ്ലാക്സ് ആർ ബിൽഡ് അപ്പ് ഓൺ ദ വാൾസ് ഓഫ് ദീസ് ആർട്ടറീസ്. ഈ ആർട്ടറിയുടെ ഭിത്തിയിലൊക്കെ ചില പ്ലാക്സ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടും, അതിങ്ങനെ അടിഞ്ഞ് കൂടിയിരിക്കും. നമുക്കറിയാം, നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണെങ്കിൽ അങ്ങനെ ഒന്ന് അടിഞ്ഞുകൂടും. അപ്പൊ ഈ ഒരു CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ എന്താ ചെയ്യാൻ പറ്റും, ഈ പ്ലാക്സ് റിമൂവ് ചെയ്ത്, അതെന്താ പറയാ, ഇങ്ങനെ അതിനുള്ള എന്താ പറയാ സർജറീസ് ഒക്കെ ഉണ്ട്. ആ സർജറിയിലൂടെ ഈ അടിഞ്ഞു കൂടിയേക്കണം ഇങ്ങനെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ വന്ന് അടിഞ്ഞു കൂടിയേക്കണേ. നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന എണ്ണയും മറ്റു സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഫാറ്റ്, കൊളസ്ട്രോള്, ഇതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്ലാക്സ് ബിൽഡപ്പ് ചെയ്യുന്നത്. So these plaques can be removed by this grafting. ഈ ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ ഈ പ്ലാക്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. സോ ദാറ്റ് ദ ബ്ലഡ് ക്യാൻ സർക്കുലേറ്റ് ഈസിലി. അപ്പൊ നമുക്ക് രക്തക്കുഴലിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ വഴി അങ്ങോട്ട് കറക്റ്റ് ആവൂല, നല്ലൊരു പാസേജ് കിട്ടും അവർക്ക്. അപ്പൊ ദ ബ്ലഡ് ക്യാൻ പാസ് സ്മൂത്ത്ലി, വളരെ ക്ലിയർ ആയിട്ട് അതിൽ പാസ് ചെയ്യാൻ പറ്റും. അന്നേരം ആ ഒരു ബ്ലോക്ക്, അതായത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ബ്ലഡിന് ആവശ്യമായ സ്ഥലം വേണം അതിന് പാസ് ചെയ്ത് പോകാൻ. പക്ഷെ ആ വഴിയിൽ ഇതുപോലെയുള്ള ഈ ഭിത്തി, ഇതിപ്പോ കുഴലാണ്, ഈ കുഴലിന്റെ ഭിത്തിയിൽ നിറച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ അതിന് പോകാനുള്ള വഴി കുറയും. അപ്പോഴാണ് നമുക്ക് എന്താകാം, ഭയങ്കര നെഞ്ചുവേദന പോലെയോ അങ്ങനെയൊക്കെ വരിക. സോ ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെ വി ക്യാൻ റിമൂവ് ദാറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ റിലീവ് അവർ ചെസ്റ്റ് പെയിൻ. അപ്പൊ നമ്മുടെ നെഞ്ചുവേദനയൊക്കെ കുറയുകയും എന്ത് പറ്റും, ബ്ലഡ് ഒക്കെ മര്യാദയ്ക്ക് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് എന്താ പറയാ നെഞ്ചുവേദന മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറച്ചുകൂടി വർദ്ധിപ്പിക്കാം. അപ്പൊ ഇതിങ്ങനെ അടിഞ്ഞുകൂടി നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെഞ്ചുവേദനയൊക്കെ വരുന്നത് നമ്മളത് കാര്യമാക്കുന്നില്ല, അത് വല്ല ഗ്യാസിന്റെ ആണെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഇത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസൾട്ടേഷന് പോകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിലും ഇന്നത്തെ ഒരു സിറ്റുവേഷൻസിൽ, ഇന്നത്തെ നമ്മളുടെ ലിവിങ് അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് വൺസ് ഇൻ എ ഇയർ നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടക്കുന്നത് നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോ whenever if we are taking necessary steps to prevent such diseases as early as possible, we can avoid many problems. അല്ലെ, ഒത്തിരി prevention is better than cure എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ലേ, കേട്ടറില്ലേ നിങ്ങള്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് കേട്ടല്ലേ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാള് അത് വരാതെ തടയുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ ശ്രദ്ധിക്കില്ല, അത് കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അവസാനം നമ്മൾക്കത് എന്താ പറയാ ഒട്ടും ഭേദമാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോ എന്താ പറ്റുക, ചിലപ്പോ നമ്മൾ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടാകും. അപ്പൊ അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് തന്നെ, അതിനാണ് പറയുന്നത് വൺസ് ഇൻ എ ഇയർ നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഇത്തരം ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ക്യാൻ ക്യൂർ സച്ച് ചെസ്റ്റ് പെയിൻ, സിവിയർ ചെസ്റ്റ് പെയിൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ നല്ലതാ. ഇത് ഇടയ്ക്കിടയ്ക്ക് എത്ര റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇത് വരുന്നുണ്ട് ഈ നെഞ്ചുവേദന എന്നൊക്കെ ഒന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് നല്ലതാ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആസ് സൂൺ ആസ് പോസിബിൾ വി ക്യാൻ ടേക്ക് സം കൺസൾട്ടേഷൻ വിത്ത് എനി സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ്. നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റിനെ ഒക്കെ പോയി കണ്ട് നമുക്കൊന്ന് കൺസൾട്ട് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെ, അതിനുള്ള ഒത്തിരി ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ്, അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ നമ്മുടെ ജീവിതം നീട്ടി കിട്ടും, ലൈഫ് എക്സ്പെക്ടൻസി നമുക്കൊന്ന് വർദ്ധിപ്പിക്കാം, ആയുർദൈർഘ്യമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഇത്
നമുക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നോട്ട് ഓൺലി ഇത് മാത്രമല്ല, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് മാത്രമല്ല ഒരു സർജറിക്കൽ പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ഹാർട്ട് എന്ന് പറയുന്നത് മാത്രമല്ല, കാർഡിയോവാസ്കുലർ സർജറിയും അതെ, അതും ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഫോർ അവർ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. അതായത് നമ്മുടെ രക്ത എന്താ പറയാ കുഴലുകൾ, അതിനൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് ട്രീറ്റ്മെന്റുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സർജറിയാണ് കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറയും. കാർഡിയോവാസ്കുലർ സർജറി കേട്ടോ, അതും ഒരു തരം സർജറി തന്നെയാണ്. ഇനി നോട്ട് ഓൺലി ദീസ് 2 സർജറീസ്, ഈ പറയുന്ന കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗും കാർഡിയോവാസ്കുലർ സർജറിയും മാത്രമല്ല, ഇനിയും ഒരുപാട് വൈഡ് റേഞ്ച് തന്നെയാണ്. ഹാർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന അസുഖങ്ങൾ അത്ര ചെറുതൊന്നുമല്ല, കുറച്ച് നീണ്ട പേരുകളും കുറച്ച് കൂടുതൽ ഏരിയാസും കവർ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ്? കാർഡിയാക് സർജറി ഇൻവോൾവ്സ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബൈപ്പാസ് സർജറീസ്. ബൈപ്പാസ് സർജറികളൊക്കെ കേട്ടിട്ടുള്ളല്ലോ, അതും ഒരു തരം സർജറി തന്നെയാണ് ബൈപ്പാസ് സർജറി. വാൽവ് റിപ്പയർസ്, വാൽവുകൾക്ക് ഉണ്ടാകുന്ന ചില തരത്തിലുള്ള എന്താ പറയാ റിപ്പയർമെന്റ്. റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഉള്ളതിനെ തന്നെ പൊളിയൊക്കെ നീക്കി കുറച്ചുകൂടി സ്മൂത്ത് ആക്കി ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക, അതാണ് റിപ്പയർമെന്റ്. ഈ വാൽവ് തന്നെ റീപ്ലേസും ചെയ്യും. ഒട്ടും പറ്റുന്നില്ല, റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റാത്ത സാധനം നമ്മൾ എന്താ ചെയ്യാം, അങ്ങനെ നമ്മൾ വേറെ ഒരെണ്ണം വാങ്ങിക്കും അല്ലെ, അങ്ങനെയല്ലേ നമ്മളൊക്കെ ചെയ്യാം. പകരം നമുക്ക് റിപ്പയർമെന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വസ്തുക്കൾ നമ്മൾ നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി തിങ്സ് ഉപയോഗിക്കുന്ന വസ്തുക്കൾ റിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കും പരമാവധി. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ എന്തോരം ഉപകരണങ്ങളാണ്. ഇപ്പൊ മിക്സിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവുമ്പോ നമ്മളത് കൊണ്ടുപോയി മെക്കാനിക്കിന്റെ കയ്യിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ നോക്കും. അപ്പൊ ആള് പറയും ഇന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, ചെറുതായിട്ട് ആ ഒരു സാധനം മാറ്റിയിട്ടാൽ ഇറ്റ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ച് അത് മാറ്റിയൊക്കെ തന്നത് ഓക്കെ. അതർവൈസ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പാർട്ട് വിച്ച് മേക്സ് ദ മെഷീൻ ടു വർക്ക്, ആ മെഷീന് വർക്ക് ചെയ്യാൻ വേണ്ട മെയിൻ പാർട്ടിനെല്ലാം കംപ്ലൈന്റ് വന്നു. ആ മെയിൻ പാർട്ടിനാണ് അതിന്റെ ഏറ്റവും വാല്യൂ ഉള്ളത്. അപ്പൊ അത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഭേദം അത് വേണ്ട, വേറെ ഒന്നും വാങ്ങിക്കുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വിചാരിക്കും, അതാണ് റീപ്ലേസ്മെന്റ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബോഡി പാർട്സിലും ഉണ്ടാകുന്ന കുറെ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്യാമെങ്കിൽ വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റീപ്ലേസ്മെന്റ്. പിന്നെ കോൺജനിറ്റൽ ഡിസീസസ്, that means one or more diseases which is related to heart at the time of birth itself. നമ്മുടെ ജന്മനാ തന്നെ ചില ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഒരെണ്ണോ അതിലധികമോ ഒക്കെ, ഒന്ന് മാത്രമല്ല ഒന്നിലധികം പ്രോബ്ലംസുമായിട്ട് ജനിക്കുന്നവരുണ്ട്, ഹാർട്ട് പ്രോബ്ലംസുമായിട്ട്. അതിനെയാണ് നമ്മൾ കൺജനിറ്റൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുക. അതും ഇവിടെ ട്രീറ്റ് ചെയ്യും. അപ്പൊ ജന്മന ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ ക്യാൻ ബി ക്യൂർഡ് ബൈ സം സർജറീസ്, ഏതെങ്കിലും തരത്തിലുള്ള സർജറീസിലൂടെ അത് വേണമെങ്കിൽ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. ജന്മനോ തന്നെ ഹൃദ്രോഗി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ഒത്തിരി ആളുകൾ അങ്ങനെ എന്താ പറയാ സർജറീസ് ഒക്കെ നടത്തി അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒരു പരിധി വരെ, ഒരു 90% വരെയൊക്കെ വീണ്ടും നല്ലൊരു ഹാർട്ടുമായിട്ട് അവർക്ക് വീണ്ടും ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഹാർട്ട് പ്രോബ്ലംസ് എന്നേക്കും അങ്ങനെ ഹാർട്ട് പ്രോബ്ലം ആയിട്ട് തന്നെ ജനിച്ചു തുടങ്ങി മരണം വരെ അങ്ങനെ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലത് ക്യാൻ ബി ക്യൂർഡ്. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളും ഉണ്ട്. കൺജനിറ്റൽ ഡിഫക്ട്സ് ട്രീറ്റ് ചെയ്യാനുള്ളത്. വാസ്കുലർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്, പിന്നെ മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ ബ്ലഡ് വെസൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസ്. പിന്നെ മറ്റൊന്നാണ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതും മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ്. ഈ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെൻ അവർ ഹാർട്ട് ബീറ്റ്സ് ഗോ ടു സ്ലോ, നമ്മുടെ ഹാർട്ട് ബീറ്റില്ലേ ഒരു റിതം ഓഫ് ഹാർട്ട് ഉണ്ട് അല്ലെ, നമ്മുടെ അതിന്റെ ഒരു ബീറ്റിങ് ഒരു പ്രത്യേക രീതിയിലാണ്. ഇത്ര ടൈംസ് അത് ബീറ്റ് ചെയ്യണമെന്നുണ്ട് പെർ മിനിറ്റ്. ആ ഒരു മിനിറ്റില് അത്രയും അങ്ങോട്ട് എന്താ പറയാ ഇടിക്കില്ല എന്ന് വിചാരിക്കുക, ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് വിചാരിക്കുക, അത് കുറെ താഴ്ന്നു പോവാണ്, ലോ ആയി പോകുന്നു. ആ ഒരു സിറ്റുവേഷൻസില് ചിലർക്ക് എന്താ പറയാ അങ്ങനെ എപ്പോഴും അങ്ങനെ ആയി പോകുക, അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിനെ നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കറക്റ്റ് പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ലെവലിലേക്ക് ആ ഓർഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്മോൾ ബാറ്ററി ഡിവൈസ് ആണ്, ഒരു ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചെറിയ ഡിവൈസ് വിൽ ബി പ്ലേസ്ഡ് അണ്ടർ അവർ സ്കിൻ to make our heart beat pace, കറക്റ്റ് പേസിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹാർട്ട് ബീറ്റ് എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു സിഗ്നൽ. ഇപ്പൊ ഹാർട്ട് ബീറ്റ് ഭയങ്കര സ്ലോ ആകുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെഷീൻ ഈ ഒരു ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെറിയ ഡിവൈസ് ആണ് ഈ പേസ് മേക്കർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ, അതായത് ഈ ഇവിടുത്തെ കഴുത്തിന്റെ താഴെയുള്ള സ്കിന്ന് എടുത്തിട്ട് തുറന്നിട്ട് അതിന്റെ അടിയിലേക്ക് വെക്കുക. കാണണമെന്നൊന്നുമില്ല, കുഞ്ഞിലാണ്, ഒരു ഏകദേശം ഒരു 20 grams കണ്ട് മാത്രം വെയിറ്റ് ഉള്ള ഒരു ചെറിയ കുഞ്ഞു മെഷീനാണ്. അതിങ്ങനെ സ്കിന്നിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹാർട്ട് ബീറ്റ് ഭയങ്കര ലോ ആയിട്ട് പോകുന്ന സമയത്ത് ദിസ് മെഷീൻ വിൽ ഗിവ് സിഗ്നൽ. ഇത് സിഗ്നൽ കൊടുക്കും, എവിടേക്ക് നമ്മുടെ ഹാർട്ടിലേക്ക് സിഗ്നൽ കൊടുക്കും. എന്നിട്ട് ആ സിഗ്നൽ വഴി വീണ്ടും അത് കറക്റ്റ് പേസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
അതിനെയാണ് നമ്മൾ ഈ എന്താ പറയാ പേസ് മേക്കർ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുക, ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ്. അപ്പൊ അത് ഇംപ്ലാന്റ് ചെയ്തത് അതിനുള്ളിൽ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ ഓൾസോ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇറ്റ് ഈസ് ഓൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്ക് ആണ്, കോമൺ ആണ് ഇന്ന്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന്റെ മറ്റൊരു വേർഡ് ആണ്, ഒരു പദമാണ്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. നമ്മൾ ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടുള്ളൂ. കൂടുതലും മെഡിക്കൽ ആളുകളിൽ, ഇത് ഹോസ്പിറ്റൽ മേഖലയില് ഹോസ്പിറ്റൽസ് അതിലുള്ള അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന പേരിനേക്കാൾ കൂടുതൽ അവരുടേതായ അവരുടെ സയന്റിഫിക് മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന ടേംസ് ഉണ്ട്, ആ ടേംസ് അവർ ഉപയോഗിക്കുള്ളൂ. അപ്പൊ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്സ് ആണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുമാണ് കാർഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാഡം, ആ ഹാർട്ട് മറ്റൊരു പേര് അറിയാം? എന്തോ? ഹാർട്ട് അറ്റാക്കിന്റെ മറ്റൊരു പേര് പറഞ്ഞില്ലേ? മയോകാർഡിയൽ ഇൻഫാക്ഷൻ. INFARCTION. ഓക്കെ ഓക്കെ. നോട്ട് എല്ലാവരും പ്രിന്റ് ഒക്കെ എടുത്ത് പിടിച്ചിട്ടില്ലേ കയ്യില്? പ്രിന്റ് ഉണ്ട് മാഡം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ, അതായത് കാർഡിയോളജി, നേരത്തെ പറഞ്ഞ 2 ടോപ്പിക്കിലും നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി, ഇത് രണ്ടിലും വലിയ കാര്യമായിട്ട് നമുക്ക് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ചില ടേംസുകളൊന്നും അവിടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടില്ല. അത് കോമൺ സെന്റൻസുകൾ, സിമ്പിൾ സെന്റൻസിലൊക്കെയാണ് തന്നിരുന്നത്. അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കാർഡിയോളജിയിൽ നമ്മൾ ചിലപ്പോൾ ചില കേൾക്കാത്ത ചില കാര്യങ്ങളും ചില എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമുണ്ട്. സോ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്ക്. സോ പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് കാർഡിയോളജി എന്ന് ഹെഡിങ് എഴുതാം. പെട്ടെന്ന് എഴുതണേ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ട്, ഞാൻ നോട്ട് തീർന്നിട്ട് സമയമുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എടുക്കാം. കാർഡിയോളജി എന്ന് എഴുതാം. കാർഡിയോളജിയിൽ കുറച്ച് ടേംസ് നമ്മൾ എക്സ്ട്രാ അറിയാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എഴുതാ കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. കൊറോണറി ആർട്ടറി ഡിസീസ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് CAD എന്ന് എഴുതാം കേട്ടാ. അതിന് ഷോർട്ട് ഫോം, അബ്രീവിയേറ്റഡ് ഫോം തന്നിട്ട് ചിലപ്പോൾ അത് അതിന്റെ അബ്രീവിയേഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറയും, അതിന്റെ ഫുൾ ഫോം എഴുതാൻ പറയാം. അപ്പൊ CAD എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണറി ആർട്ടറി ഡിസീസ്. തെറ്റിച്ചൊക്കെ തരാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും, ബാക്കിയുള്ള 4-3 തെറ്റായിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ വരാം. അതുകൊണ്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. കൊറോണറി ആർട്ടറി ഡിസീസ് ഹൈഫൻ ഇടുക CAD. കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് വൺ എഴുതാ ആൻജൈന. ANGINA. കൊറോണറി ആർട്ടറി ഡിസീസസിന് ഒരു എക്സാമ്പിൾ ആണ് ആൻജൈന. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്. സിവിയർ പെയിൻ ഇൻ severe pain, PAIN, pain in chest, 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 often spreading to, often, OFTEN, often spreading, Often spreading to, Threading. spreading, SPREADING, spreading to the shoulders. മാഡം ഫ്രെഡിങ് സ്പെല്ലിംഗ് ഒന്ന് പറയോ? SPREADING, spreading to. മാഡം ശബ്ദം ബ്രാക്ക് ആവണം മാഡം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? മ്യൂട്ട് ചെയ്തേ. SPREADING, spreading, spreading to shoulders, shoulder, SHOULDERS, shoulders, comma, arms, 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 and neck, NECK, neck,
severe pain in chest, often spreading to the shoulders, arms and neck. NECK, neck, due to മേഡം അതിന്റെ കൂടെയാണ് അടുത്ത പോയിന്റ് ആണോ? അതിന്റെ കൂടെ തന്നെ ഡ്യൂ ടു, അതിന്റെ കാരണം പറയണ്ടേ, എന്തുകൊണ്ടാണ് അങ്ങനെ വേദന വന്നേന്ന് പറയണ്ടേ, അതിന്റെ കാരണമാണ് പറയണേ. ഡ്യൂ ടു ഇൻആഡക്വേറ്റ് സപ്ലൈ ഓഫ്, ഇൻആഡക്വേറ്റ് ഒറ്റ വാക്കാണ് ഇൻആഡക്വേറ്റ്. ആഡക്വേറ്റിന്റെ ആന്റണിം ആണ്, ഓപ്പോസിറ്റ് ആണ് ഇൻആഡക്വേറ്റ്. ഇൻആഡക്വേറ്റ് ബ്ലഡ് സപ്ലൈ ടു ഹാർട്ട്. inadequate blood supply to heart. Edio? Okay, ma'am. Okay, next ചെയ്താ coronary artery bypass grafting. CABG എന്ന് അതിന്റെ ബ്രാക്കറ്റിൽ coronary ആണോ? coronary artery bypass grafting. bypass CABG, coronary artery bypass grafting. CABG എന്ന് ബ്രാക്കറ്റില് അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം എഴുതാം. Okay, explanation exam. It is a surgical procedure. clear ആവുന്നില്ല. It is a surgical procedure. It is a surgical procedure to treat. ഈ ജസ്റ്റ് പ്രൊസീജിയേഴ്സിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരൂ. PROCE DURE. PROCE DURE. It is a surgical procedure to treat coronary artery disease. To treat coronary artery disease. Coronary artery disease. Build up of PUILD. Build up of plaques. PLAQUES. Build up of plaques. PLAQUES. Plaques in the arteries. ARTERIES. In the arteries of heart. ബിൽഡപ്പ് ഓഫ് കഴിഞ്ഞിട്ട് എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാമോ? Build up of plaques. PLAQUES. Plaques in the arteries of heart. ബിൽഡപ്പ് ഓഫ് സ്പെല്ലിംഗ് നമുക്ക് പറഞ്ഞുതരാമോ? In the arteries of heart. ബിൽഡപ്പ് ഓഫ് അത് കഴിഞ്ഞ് Build up. സ്പെല്ലിംഗ് മനസ്സിലാകുന്നില്ല. Build-up of plaques. PLAQUES. ആർക്കും മനസ്സിലാവണില്ല പറയുന്നത്? വേസ്റ്റിനെയാണോ പറയുന്നത്? എന്തോ ക്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻ ദ ആർട്ടറി ഓഫ് ഹാർട്ട്. in the arteries of heart. Full stop. It can. Full stop കഴിഞ്ഞിട്ട് it can relieve. It can relieve. 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 മേഡം ഒന്നുകൂടെ പറയോ? ഇത് അർത്ഥം. Can relieve. It can relieve chest pain. Chest pain. CHEST. It can relieve chest pain caused by CAUSED. Caused by CAD. കൊറോണറി ആർട്ടറി ഡിസീസസിന്റെ ഫലമായിട്ട് ആൻജൈന പോലെയുള്ള രോഗങ്ങൾ വരില്ലേ,
അതെന്ന് പറയുന്നത് കഠിനമായ നെഞ്ചുവേദനയാണ്. അതിങ്ങനെ പടർന്ന് തോളിലേക്കും കഴുത്തിലേക്കും പിന്നെ നമ്മുടെ കൈകളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യും. അതാണ് ആൻജൈന. അതുപോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിയുന്നതിന്റെ ഫലം അത് വരാനുള്ള കാരണം ഇതാണ്. ഈ ആർട്ടറീസിലൊക്കെ ഇങ്ങനെ പ്ലാക്സ് പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടും. വേസ്റ്റ് മെറ്റീരിയൽസുകൾ അതിന്റെയൊക്കെ ഒരു അംശങ്ങളൊക്കെ വന്ന് ഇങ്ങനെ അടിഞ്ഞുകൂടും. അത് പ്ലാക്ക് രൂപത്തിൽ അവിടെ ഇങ്ങനെ കട്ടുപിടിച്ചിരിക്കും. അന്നേരം ബ്ലഡ് സർക്കുലേഷന് കൃത്യമായ സ്ഥലം ഉണ്ടാകില്ല പാസ് ചെയ്യാനായിട്ട്, ബ്ലഡിന് പോകാനായിട്ട്. അപ്പൊ അത്തരം ആ ഒരു ആർട്ടറീസിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന പ്ലാക്സിനൊക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടും. ഈ നെഞ്ചുവേദനയ്ക്കൊക്കെ ആശ്വാസം കിട്ടും. കാരണം ബ്ലഡൊക്കെ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ നെഞ്ചുവേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതിനുശേഷം നമുക്ക് നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. കുറച്ച് നാൾ കൂടിയൊക്കെ കുറച്ചും കൂടി കൂടുതൽ നാൾ ജീവിച്ചില്ല. അല്ലാതെ ഈ പ്ലാക്സ് ഒക്കെ നെഞ്ചുവേദന വരുമ്പോ നമ്മള് അധികം ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരുന്ന് അതിങ്ങനെ എന്ത് ചെയ്യും, ആ പ്ലാക്സ് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് അവസാനം ഒട്ടും തന്നെ ബ്ലഡിന് പാസ് ചെയ്യാൻ പറ്റാതെ ഹാർട്ടിലേക്ക് ബ്ലഡ് പോയില്ല എങ്കിൽ എന്ത് സംഭവിക്കും അറിയാലോ. അപ്പൊ അതിന്റെ ഫലമായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അടഞ്ഞു പോകുമ്പോഴാണ് ഇതുപോലുള്ള മയോകാർഡിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർക്ക് എന്താ പറയാ കൊളസ്ട്രോൾ ഒക്കെ എപ്പോഴെപ്പോഴും ശ്രദ്ധിക്കണം. കൊളസ്ട്രോൾ ഒക്കെ കൂടുതലാകാൻ പാടില്ല. കൊളസ്ട്രോൾ കൂടി വരുമ്പോ ഈ പ്ലാക്സ് പോയി കട്ടിപിടിക്കുന്നത് കുറച്ച് കൂടുതലാകും. അന്നേരം ഇത് വന്ന് അടഞ്ഞ് പെട്ടെന്ന് ആ ഒരു ആർട്ടറി ബ്ലോക്ക് ആയി പോകും. അങ്ങനെ വരുമ്പോ എന്താ പറയാ പെട്ടെന്ന് മരണം സംഭവിക്കാം. ആൻഡ് എന്താ പറയാ ചെസ്റ്റ് പെയിൻ കോസ്ഡ് ബൈ CAD and increase our life expectancy and increase life expectancy EXPECTANCY life expectancy. ആർട്ടറിയിൽ അടിഞ്ഞുകൂടുന്നത് കൊളസ്ട്രോളിന്റെ പ്ലാക്സ് ആണ്. കൊളസ്ട്രോളിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ വന്നിട്ടാണ്. ഒന്നും കൂടെ പറയാവോ? ആദ്യം തൊടി പറയണോ? ആദ്യം തൊടി പറയേണ്ടി വരുമോ? It can relieve chest pain. സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? നമ്മുടെ സ്ക്രീനിൽ ചില നോട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, താങ്ക് യു. കോസ്ഡ് ബൈ CAD കഴിഞ്ഞിട്ട് കോസ്ഡ് ബൈ CAD ആൻഡ് ഇൻക്രീസ് ലൈഫ് എക്സ്പെക്ടൻസി. അത്ര പറഞ്ഞു. and increase life expectancy. Okay, next അടുത്ത ഒരു ടേം എഴുതേണ്ടത് congenital defects ആണ്. congenital defects CONGENITAL congenital defects. നോട്ടിൽ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ കാർഡിയോളജി എന്ന് പറയുന്ന ടോപ്പിക്കില് അവിടെ കിടക്കുന്നുണ്ട് നോട്ടില്. congenital defects CONGENITAL congenital defects. Explanation എഴുതാം ഹൈഫൻ ഇട്ടിട്ട്. one or more problems with the heart. One or more problems with the heart structure that is present at birth. ജന്മനാ തന്നെ ഒന്നോ അതിലധികമോ ഹാർട്ടിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, പ്രോബ്ലംസ്, അതിനെയാണ് നമ്മൾ കൺജനിറ്റൽ ഡിഫക്ട്സ് വിളിക്കുക. ജന്മന ഹൃദയ ഹാർട്ടിന്റെ പ്രശ്നങ്ങളും കേട്ടോ. ഒന്നും കൂടെ പറയോ? One or more problems with the heart structure that are present at birth. Okay, the last one, pacemaker implantation. അതുകൂടി എഴുതാം. Pacemaker implantation എഴുതാം. Implantation. Sound mute. അല്ലെങ്കിൽ എന്റെ സൗണ്ട് നിങ്ങൾക്ക് അവിടെ. ഓക്കെ. A small battery operated device. Small battery operated device. ഒന്നുകൂടി പറയാവോ?
A small battery operated device which is implanted under the skin. Full stop. This device, മാഡം അതിന്റെ കൂടെയാണ് അടുത്ത പോയിന്റ് ആണോ? അതിന്റെ കൂടെ തന്നെ എക്സ്പ്ലനേഷനിലുള്ളതാണ്. അത് നമ്മുടെ സ്കിന്നിന്റെ അടിയിലാണ് വെക്കണേന്ന് മാത്രം ആദ്യത്തെ സെന്റൻസ് പറഞ്ഞുള്ളൂ. അതെങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. ദിസ് ഡിവൈസ് സെൻസസ് മനസ്സിലാക്കുന്നു. ദിസ് ഡിവൈസ് സെൻസസ് when your heart beat too slowly. When your heart beat, നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് too slowly. This device senses when your heart beat too slowly. വളരെ പതുക്കെയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഈ മെഷീൻ എന്ത് ചെയ്യും? സെൻസ് ചെയ്തെടുക്കും, മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ്. It sends SENDS സിംഗുലർ ഫോം ആക്കുക സെൻഡിന്റെ. It sends signal to your heart. ആ മെഷീൻ എന്ത് ചെയ്യും? സിഗ്നൽ പിടിച്ചെടുത്തിട്ട് സെൻസ് ചെയ്തിട്ട് സ്ലോ ആയിട്ടാണ് നിന്റെ ഹാർട്ട് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സിഗ്നൽ to your heart. Signal to your heart and makes. മാഡം സിഗ്നൽ കഴിഞ്ഞിട്ട് ഒന്ന് പറയോ? It send signals to your heart that make your heart beat at the correct pace. Makes your heart beat at the correct pace. Space അല്ല, pace. ഒരേ ലെവലിൽ ഇടിക്കാൻ വേണ്ടി സിഗ്നൽ കൊടുക്കുന്നു നമ്മുടെ ഹാർട്ടിലേക്ക് ഈ മെഷീൻ. ഹാർട്ട് ബീറ്റ് കറക്റ്റ് പേസ്. at the correct pace. പ്ലേസ് അല്ല, സ്പേസും അല്ല, പേസ്. PACE, പേസ് മേക്കറിന്റെ പേസ്. ഓക്കെ ക്ലിയർ ആണോ? നമുക്ക് നോട്ട് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം എഴുതി തരുന്ന എക്സ്ട്രാ നോട്ടും പഠിക്കേണ്ടതാണ്. അതിൽ നിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. നേരത്തെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ചില ടേംസിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻസ് നമ്മൾ നിങ്ങൾക്ക് കണ്ടെത്തി എഴുതി തരുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നേരത്തെ കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അതും കൂടി ചേർത്ത് നിങ്ങൾ പഠിക്കണം. വെറുതെ നമ്മൾ തരുന്ന നോട്ടുകൾ വായിക്കുന്നതോടൊപ്പം അത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഏത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ആ ഒരു ടേം എന്താണെന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് പഠിക്കണം കേട്ടോ. ആകെ ഒരു 3 കാര്യം ഇന്ന് പഠിച്ചുള്ളൂ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനകത്ത് OPD എന്താന്ന് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്തു, എന്താ പറയാ കാഷ്വാലിറ്റി എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, കാർഡിയോളജി. ആ കാർഡിയോളജിയിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റുകൾ പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതൽ നമ്മൾ ടൈം എടുത്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്താണ് പറയുന്നത്. കാരണം അത് അത്രയും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും പഠിച്ച് നല്ല വൃത്തിയായിട്ട് ചിട്ടപ്പടയിൽ നിന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പോലെ വരാം. ഓക്കെ മാഡം, ഹലോ. കൺജനിറ്റൽ ഡിഫക്ട്സ്, കൺജനിറ്റൽ ഹാർട്ട് ഡിഫക്ട്സ് അല്ലേ പറയുന്നേ? അതെ, CHD ഇതിനകത്ത് കാർഡിയോളജിയിൽ പറഞ്ഞേ. അതുപോലെ പല ബന്ധപ്പെട്ടുകൊണ്ട് കൺജനിറ്റൽ ഡിഫക്ട്സ്, CHD. ഓക്കെ. Okay. So see you next day. Okay, thank you, ma'am. Thank you. Okay, thank you, ma'am. Thank you, ma'am. Okay. Thank you. Thank you, ma'am. Okay, thank you. Bye. മാഡം അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരാം മാഡം. ഓക്കെ. നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഇന്നും എല്ലാവരും ഒക്കെ പറഞ്ഞിപ്പോ വേഗം ഉത്തരവൊക്കെ പറഞ്ഞ് അതുപോലെ ആവണം കേട്ടോ എല്ലാ ദിവസവും. ഓക്കെ, താങ്ക് യു.